നമ്മുടെ ഭൂമി എന്ന ചാപ്റ്റർ കേട്ടോ, 5ാമത്തെ യൂണിറ്റാണ് 7ാം ക്ലാസ്സിലെ. അപ്പോൾ അതിൽ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഭൂമിയുടെ ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് എത്ര? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം എത്ര? 6371 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് 2 ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 3ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് എങ്ങനെ? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിൽ നിന്ന്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉള്ളറയുടെ ചിത്രം വരച്ച് വിവിധ പാളികൾ അടയാളപ്പെടുത്തുക. അതായത് നമ്മുടെ ഉള്ളറയുടെ കൃത്യമായിട്ടുള്ള ചിത്രം ഫിഗർ വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ വരച്ച് ഓരോ ഭാഗം, അകക്കാമ്പ്, പുറക്കാമ്പ്, മാൻഡിൽ, ഭൂവൽക്കം, അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളറയുടെ ഭാഗങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി ഭൂവൽക്കം. ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങൾ, വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗം മാൻഡിൽ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിതല ഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ഡാഷ് എന്ന് വിളിക്കുന്നത്, ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. മാൻഡിലിന് താഴെയുള്ള ഭാഗമാണ് ക്യാമ്പ്. ക്യാമ്പ് ഏതെല്ലാം ലോഹങ്ങൾ ചേർന്ന് രൂപം കൊണ്ടതാണ്? നിക്കൽ, ഇരുമ്പ്. ഇനി അടുത്തത്, ക്യാമ്പിന് ഡാഷ് എന്നും പേരുണ്ട്, നിഫെ എന്നും പേരുണ്ട്. അകക്യാമ്പിലെ ചൂട് എത്ര? 5500 ഡിഗ്രി സെൽഷ്യസ്. ഭൗമാന്തർ ഭാഗത്തെ ഓരോ പാളിയുടെയും സവിശേഷതകൾ ഉൾപ്പെടുത്തി ആശയപടം പൂർത്തിയാക്കുക. ഭൂവൽക്കത്തിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ 2ആക്കി തരം തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള പോയിൻറ്റ്സൊക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. മാൻഡിലിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതുപോലെ തന്നെ ക്യാമ്പിൻ്റെ പ്രത്യേകതകൾ എന്താണ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചു വെക്കണം. ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ഏതെല്ലാം? നൈട്രജൻ 78%, ഓക്സിജൻ 21%, മറ്റു വസ്തുക്കൾ 1%. അന്തരീക്ഷ വായുവിൽ എന്നും കൂടുതലുള്ള വാതകം ഏത്? നൈട്രജൻ. ഘനീകരണ മർമ്മങ്ങൾ എന്നാൽ എന്ത്? അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് വാതകങ്ങൾ ജലതന്മാത്രയിൽ എന്നിവയ്ക്കു പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് പഠിക്കുക കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്തതാണ്, അമ്ലമഴ എന്നാൽ എന്ത്? അപ്പോൾ അമ്ലമഴയുടെയും കാര്യങ്ങൾ ഇതായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. പുകയും മൂടൽമഞ്ഞും ചേർന്നത് ഡാഷ് രൂപപ്പെടുക, പുകമഞ്ഞ് രൂപപ്പെടുക. പുകമഞ്ഞ് രൂപപ്പെടുന്നത് എങ്ങനെ? വ്യവസായശാലകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ അതൊക്കെ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. അപ്പോൾ ഇതാണ് പുകമഞ്ഞ് എന്നതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷ പാളികൾ ഏതൊക്കെ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ എത്ര പാളിയുടെ തിരിച്ചറിയൽ കാർഡ് ട്രോപ്പോസ്ഫിയർ എന്ന പാളിയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. അതായത് ഓരോന്നിൻ്റെയും തയ്യാറാക്കണം കേട്ടോ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ, മിസോസ്ഫിയറിൻ്റെ, തെർമോസ്ഫിയറിൻ്റെ, എക്സോസ്ഫിയറിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകതകൾ, അതുവരെ തിരിച്ചറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തയ്യാറാക്കാം. അപ്പോൾ ട്രോപ്പോസ്ഫിയറിൻ്റെയാണ് ഫസ്റ്റത്തെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയറിൻ്റെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കണം. പിന്നെ അടുത്തത് മിസോസ്ഫിയറിൻ്റെ തയ്യാറാക്കണം. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ട്സൊക്കെ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മുഴുവൻ ക്വസ്റ്റ്യനുകളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ.
ഇനി അടുത്തതാണ് മീസോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയുടെ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കുക. അതാണ് 24ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം അപ്പുറത്തെ പേജിലുണ്ട്, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് മീസോസ്ഫിയറിൻ്റെ ബാക്കി ഭാഗം. പിന്നെ അടുത്തത് സെർമോസ്ഫിയറും എക്സോസ്ഫിയറും ആണ്. അതിൻ്റെ പ്രത്യേകതയും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് ഓസോൺ. ഓസോൺ എന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു രക്ഷാകവചമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? സൂര്യനിൽ നിന്നുള്ള അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ നമ്മുടെ ഓസോൺ പാളിക്ക് മുഖ്യ പങ്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അപ്പുറത്തെ പേജിൽ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് വായിച്ചു നോക്കാം. അപരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ പാളികളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്: കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ. ഇതൊക്കെ നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികളുടെ ദോഷകരമായിട്ടുള്ള ഭാഗങ്ങളാണ്. ഇനി ഓസോൺ ദിനം എന്നത് സെപ്റ്റംബർ 16. ഇനി അയണോസ്ഫിയർ എന്നാൽ എന്ത്? അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.